ഇടുക്കി ജില്ലയിലാണുള്ളത്. അപ്പൊ കർഷകരൊന്ന് പരിചയപ്പെടാം. പേരെന്നാണ്? എന്റെ പേര് അലൂഷി എന്നാണ്. ചേച്ചിയുടെ പേര്? 12 വർഷമായിട്ട് വളരെ മികച്ച രീതിയിൽ ഒരു ഫാം നടത്തുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളിലൊക്കെ നമുക്ക് പോയാലോ? തൊഴുത്തുണ്ട്. ഇത് എത്രാമത്തെ ബാച്ചാണ് ഇവിടെ? ഇവിടത്തെ പ്രത്യേകത എന്താണ്? ഇവിടെ ഇളങ്കറവ പശുക്കൾ, അതായത് പ്രസവിച്ച ഉടനെയുള്ള പശുക്കളെയാണ് ഈ സെഷനിൽ നിർത്തിയേക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇടക്കറവ പശുക്കളാണ്. അത് കുത്തിവെച്ചിട്ട് 2 മാസം 1 മാസമായതും അത്യാവശ്യം കറവയുള്ളതുമായ പശുക്കൾ. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് 7ാം ക്ലാസ് ആണ്. ഇത് ചനയില്ലാത്ത പശുക്കളാണ്. കറവ് പറ്റിയ പശുക്കൾ 1-2 മാസത്തിനുള്ളിൽ പ്രസവിക്കുന്ന 8 മാസം 9 മാസമൊക്കെ ചനയുള്ള പശുക്കളാണ്. അപ്പൊ ഇത് 6ാം ക്ലാസ്. 5ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന ഇവർക്ക് എന്തൊക്കെ പ്രത്യേകത ഉള്ളത്? ഇവര് ചനയുള്ളതും ചന പിടിക്കാറായതുമായ കിടാക്കളാണ്. അപ്പൊ ഇത് കുത്തിവെച്ച് ചേർത്തിരിക്കണേ? കുത്തിവെച്ചവരുണ്ട്, കുത്തിവെക്കാത്തവരും ഉണ്ട്. ചന പിടിപ്പിക്കാൻ പ്രായമായിട്ടുള്ളവര്, ചന പിടിച്ചവരുണ്ട്. ഇതിനൊക്കെ ഒരു 2 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണ്. മാറ്റി മാറ്റി നിർത്തുന്നത് നമുക്ക് തീറ്റ ചെലവാണ് ഇതിന്റെ അകത്ത് മെയിനായിട്ട്. ഇവിടെ കാലിത്തീറ്റയുണ്ട്, പെല്ലറ്റ് ആയിട്ടുള്ളതുണ്ട്, പിന്നെ ചോളത്തിന്റെ ഗോതമ്പ് തവിട്, പരുത്തിപ്പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. പ്രായത്തിനനുസരിച്ചും പശുക്കളാണെങ്കിൽ കറവ തരുന്ന പശുക്കളുടെ ആ പാലിനെ ആസ്പദമാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് 1 വർഷത്തിനുള്ളിൽ ചന പിടിക്കേണ്ട 1.5 വയസ്സുള്ള കിടാക്കളാണ് ഇവിടെ നിൽക്കുന്നത്. 4ാം ക്ലാസ്. ഇത് 1 വയസ്സുള്ള കിടാക്കളാണ് ഇവിടെ നിൽക്കുന്നത്. HF ജേഴ്സി ഇനത്തിൽപ്പെട്ട പശുക്കളാണ് നമ്മൾ മെയിനായിട്ട് വളർത്തുന്നത്. എല്ലാ പശുക്കളും ഈ 2 വെറൈറ്റി മാത്രമേ ആണ്. ഇതിലുപരി ഈ കിടാക്കളെല്ലാം നമ്മുടെ സ്വന്തം കിടാക്കൾ തന്നെയാണ്. അപ്പോൾ അമ്മ പശുക്കൾക്ക് എത്ര കിട്ടി എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഓരോ കിടാക്കൾക്കും. അപ്പോൾ നമുക്ക് അതിന്റെ അകത്തു നിന്നുള്ള വരുമാനം എത്ര കിട്ടും എന്നുള്ള നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാ പശുവിനും ഒരു 15 ലിറ്റർ പാല് കിട്ടുക. എല്ലാത്തിനും 20-നും 25-നും ഇടയ്ക്ക് പാല് കിട്ടുന്ന പശുക്കൾ മാത്രമേ നമുക്കുള്ളൂ. പിന്നെ പുറത്ത് പശുക്കൾ എടുത്തിട്ടുണ്ടോ? തുടങ്ങി കഴിഞ്ഞിട്ട് മൊത്തം 23 പശു നമ്മൾ മേടിച്ചിട്ടുള്ളൂ. തുടങ്ങിയപ്പോഴ് ചെറിയൊരു അല്ലേ ഇൻവെസ്റ്റ്മെന്റ് ഇതായിരുന്നു ആദ്യത്തെ തൊഴുത്ത് കേട്ടാ. 2ാം ക്ലാസ്സിലേക്ക് വരുമ്പോ എന്തൊക്കെ പ്രത്യേകത ഉള്ളത്? എത്ര വയസ്സുണ്ട്? ഇവിടെ 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കിടാക്കളെയാണ് ഇവിടെ കിട്ടുന്നത്. എത്ര ഉണ്ട് ഇവിടെ മൊത്തം? ഇവിടെ 26 എണ്ണം. 26 എണ്ണം കേട്ടാ. ഒരേപോലെയാണ് പാങ്ങിക്ക് നിൽക്കേണ്ടത്. ഇതാണ് ഞങ്ങളുടെ 1ാം ക്ലാസ്. ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ട കുട്ടികളാണ് ഇവരെ. കറക്റ്റ് സമയത്ത് വരുന്ന കാര്യങ്ങൾ എല്ലാം കൊടുത്ത് അവരുടെ ആ വളർച്ചയും കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ട, ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സെക്ഷനാണ് ഇത്. പശുക്കളുടെ അടുത്ത കിടാക്കളെ കൊണ്ടുപോയി നിർത്തി പശുവിനെ കറക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈം ഒരുപാട് ആവശ്യമാണ്. പ്രാക്ടിക്കലി നമുക്ക് ഒത്തിരി താമസമാണ്. നമ്മൾ ആ പശുക്കൾക്കുള്ള കിടാക്കുള്ള പാല് നമ്മളുടെ കുപ്പിയിലാക്കി നമ്മൾ ബക്കറ്റ് വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ കുപ്പിയിലായിട്ട് കൊടുത്താണ് വളർത്തുന്നത്. അതൊക്കെ കണക്ക് കൊടുക്കത്തുള്ളൂ. അതെ അതെ. ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 3 ലിറ്റർ 4 ലിറ്റർ ഒക്കെ പശു കിടാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒഴിച്ചിലൊക്കെ ആയിട്ട് വരും. ആദ്യത്തെ മാസം 4 ലിറ്റർ പാല്, രാവിലെ 2 ലിറ്റർ, ഉച്ച കഴിഞ്ഞ് 2 ലിറ്റർ, അങ്ങനെ 4 ലിറ്റർ പാല് കൊടുക്കും. എത്ര വലിയ കിടാക്കളായാലും അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ പാല് കുറച്ച് വരും. പിന്നെ 2ാമത്തെ മാസം കുറച്ച് തീറ്റയും കൂടെ ഇട്ട് കൊടുത്താൽ തീറ്റയും കൂടെ ഒക്കെ ആയിട്ട് നമ്മള് പാല് വീണ്ടും 4 ലിറ്റർ വീണ്ടും കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ കിടാക്കൾ തീറ്റ തിന്നാൻ മടിക്കും. അവരുടെ ആ വിശപ്പ് ആ ഒരു പാലിൽ നിന്ന് പോകൊണ്ട് തീറ്റ തിന്നാനൊക്കെ മടിക്കും. അപ്പൊ നമ്മൾ അതനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന പാലിന്റെ അളവ് കുറച്ച് വരും. ഞങ്ങള് 2013 ഞങ്ങൾ ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ ഫാം എന്നുള്ളത്. ആ ഒരു പശുവിൽ നിന്ന് കിട്ടിയ ഇൻകം കൊണ്ട് വലുതാക്കി ഇപ്പം 137 പശുക്കളുണ്ട്. ഒരു ദിവസം ഒരു 850-1000 ലിറ്റർ അടുത്തോളം പാൽ നമ്മൾ കൊടുക്കുന്നു. 1000 ലിറ്റർ വരെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 850-870 ആ ലെവലിൽ ഞങ്ങൾ പാല് പോകുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് നമുക്ക് 3 പണിക്കാർ നമുക്ക് നിലവിലുണ്ട്. രാവിലെ ഒരു 2:30 ആകുമ്പോൾ ഞങ്ങൾ തുടങ്ങുന്നതാണ്. പശുവിനെ കുളിപ്പിച്ച് അതിനെ കറന്ന് പാലായിട്ട് കൊടുത്ത് നമ്മളൊരു 6 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ രാവിലത്തെ പരിപാടികൾ തീരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ 12:45 ആകുമ്പോൾ പശുവിനെ വീണ്ടും ഒന്നുകൂടെ കുളിപ്പിച്ച് അത് ഒരു 3:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ പശുവിൻ്റെ പാല് കറവ കഴിയും. അതിനുശേഷം പശുവിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയായിട്ട് നിൽക്കുന്നു. 5 മണിയാകുമ്പോഴത്തേക്കും പരിപാടികൾ കഴിഞ്ഞ് തീറ്റ എല്ലാം കൊടുത്ത് പശുക്കളെ സ്വസ്ഥമായിട്ട് കിടക്കാൻ അവർക്ക് ഫ്രീ ടൈം ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സമയം തുടങ്ങിയപ്പോൾ തൊട്ട് കണക്കെഴുതാറുണ്ട്. വരവും ചെലവും കൃത്യമായിട്ട് എഴുതി വെക്കും. വരവും ചെലവും കറക്റ്റായിട്ട് എഴുതി വെക്കും. എല്ലാ മാസവും 30-ാം തീയതി എല്ലാവരുടെയും സാന്നിധ്യത്തില് പപ്പ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഓരോ മാസവും എത്ര രൂപ കിട്ടി, എത്ര രൂപ എക്സ്പെൻസ് ആയി, എത്ര ലിറ്റർ പാല് കിട്ടി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കുടുംബത്തില്
പങ്കുവയ്ക്കാറുണ്ട്. പശു പ്രസവിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് 3 മാസത്തിനുള്ളിൽ 2 മാസം തൊട്ട് 3 മാസം വരെയുള്ള ആ സമയത്ത് എപ്പോഴാണോ പശുവിന് ഹീറ്റ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ അതിനെ കറക്റ്റായിട്ട് അതിനെ കുത്തിവെപ്പിക്കുകയും അപ്പോൾ അങ്ങനെ കുത്തിവെച്ച് കഴിയുമ്പോൾ കറക്റ്റ് 9-ാം മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത പ്രസവം ഉണ്ടാവും. അതായത് വർഷത്തിൽ ഒരു പശുവിന് ഒരു കിടാവ് എന്നുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ പശുവിൽ നിന്നുള്ള ആ ഒരു ഇൻകം, അതായത് പശുവിൽ നിന്ന് എത്ര നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അത് കറക്റ്റായിട്ട് നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. സാധാരണ ചന പിടിപ്പിക്കാൻ താമസിക്കുക അല്ലെങ്കിൽ ചന പിടിക്കാതിരിക്കുക അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പശുവിൻ്റെ പാല് കുറഞ്ഞു പോവുകയും ചെയ്യും. എന്നാൽ പശുവിനുള്ള തീറ്റ ചെലവിന് നമുക്ക് കുറവുണ്ടാകുന്നില്ല, എക്സ്പെൻസ് കുറവുണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫാമുകൾ നഷ്ടത്തിലേക്ക് പോകും. ഈ ക്ഷീരമേഖലയിലെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കാലതാമസം അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പശുക്കൾക്ക് മെയിനായിട്ട് കൂടെ ഉണ്ടാകുന്ന അസുഖങ്ങൾ അകിട് വീക്കം, മാസ്റ്റൈറ്റിസ് എന്ന് പറയും, അകിട് വീക്കമാണ്. ഈ അകിട് വീക്കത്തിന് കറക്റ്റായിട്ട് അത് ആ ഓരോ മിനിറ്റിലും അതിൻ്റെ അകിട്ടിലുണ്ടാകുന്ന അണുക്കൾ പല മടങ്ങ് അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ അതിന് കറക്റ്റായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ പ്രശ്നങ്ങൾ കൂടാതെ പാലിലേക്ക് വലിയ ബാധിക്കാതെ പശുക്കൾ കറക്റ്റായിട്ട് നമുക്കതിനെ ഓവർകം ചെയ്തെടുക്കാൻ പറ്റും. അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഈ വലിയ പശുവാക്കി തുടങ്ങിയവർ കൂടുതലും കാര്യങ്ങൾ അറിയാൻ മേല ഒരു ഉടനെ എന്തെങ്കിലും ഒരു പശുവിന് ചെറിയൊരു ക്ഷീണം വന്നു കഴിഞ്ഞാൽ അവർ ഡോക്ടേഴ്സിനെ വിളിച്ചാൽ ഡോക്ടേഴ്സ് വരുന്നു, പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേ ആ പശുവിൽ നിന്ന് വരുന്ന പശു അത്രയും ഡൗൺ ആയി പോകുന്നു. പിന്നെ അതിൽ നിന്നൊരു ഇൻകം കിട്ടണമെങ്കിൽ ഒരു പശു ഒന്ന് ക്ഷീണമായി പോയി കഴിഞ്ഞാൽ ആ ഇൻകം കിട്ടണമെങ്കിൽ നമുക്കൊരു 4-5 ദിവസം കഴിഞ്ഞ് മെഡിസിൻ കൊടുത്തതിന് ശേഷം ആ മെഡിസിൻ്റെ ഫലമായിട്ട് പിന്നെയും കയറി വരുമ്പോഴത്തേക്കും മൊത്തം ഒരു 10 ദിവസത്തോളം അതിൽ നിന്ന് വരുന്ന ഇൻകം നമുക്ക് പോയിരിക്കും. അത് കവർ ചെയ്ത് പറഞ്ഞാൽ ഇൻകം എന്ന് വെച്ചാൽ 10 ദിവസം എന്ന് പറയുമ്പം ഒരു 15 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിനെ 10 ദിവസം എന്ന് പറയുമ്പോൾ 150 ലിറ്ററാണ്. 150 ലിറ്ററിൻ്റെ ഇപ്പോൾ 50 രൂപ വെച്ച് വിട്ട് കഴിഞ്ഞാൽ 15-75 7,500 രൂപയാണ് മാറ്റം വരുന്നത്. ഈ 67 പശു കറവയുള്ളതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഒരു 4-5 പശുവിന് ഇതേ ഏകദേശം വന്നു കഴിഞ്ഞാൽ എമൗണ്ട് ഹ്യൂജ് എമൗണ്ടിലേക്ക് വരും. 7,500 എന്ന് പറഞ്ഞു, ഒരു 5 പശു വന്നു കഴിഞ്ഞാൽ എത്രയായി? വീണ്ടും ഇരട്ടി കയറുവാണ്. 45,000 രൂപ 43,000 രൂപയോളം ഒരു മാസം നമ്മുടെ ഇൻകത്തിൽ നിന്ന് കുറയുകയാണ്. ചില ആൾക്കാർ ചിന്തിക്കുന്നതല്ല. ഇതൊക്കെയാണ് അതിന്റെ ബേസിക് വരുന്നത്. ഈ മാസത്തെ ലാഭം എത്രയാണ് ചേച്ചി? 3,43,465 രൂപയാണ് ജനുവരി മാസത്തെ അല്ലേ? ജനുവരി 2026 കണക്ക് പ്രകാരമാണ് പറഞ്ഞത് കേട്ടാ. നമ്മളൊക്കെ പുല്ലിന് പകരം ഇവിടെ ചെയ്യുന്നത് പൈനാപ്പിൾ ആണ്. അതിന് ഒരു മാസം നമുക്ക് വരുന്ന എക്സ്പെൻസ് എത്രയാണ്, കറണ്ട് ബില്ല് എത്ര വരുന്നത്, വണ്ടിക്ക് ഞാൻ എത്രയാണ് ഡീസൽ കാശ് മുടക്കുന്നത്, ഓരോ പണിക്കാർക്ക് കൊടുക്കുന്ന എക്സ്പെൻസുകൾ ഓൾറെഡി എല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ നമ്മൾ ഓക്ക കൊടുക്കുമ്പോൾ കാലിത്തീറ്റ കൊടുക്കുമ്പോൾ കാലിത്തീറ്റയുടെ ചാക്ക് കൊടുത്ത പൈസ അവരെ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു ചാക്ക് നമ്മൾ 10 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം ഒരു ദിവസം നമുക്ക് 7 ചാക്കോളം കാലിത്തീറ്റ തന്നെ വരുന്നത്. അല്ല, അങ്ങനെയല്ല, അതിന് ഭയങ്കര എമൗണ്ടാണ്. ഓരോ ദിവസം കാലിത്തീറ്റയുടെ വില കയറിക്കൊണ്ടായിരിക്കുന്നത്. എങ്കിൽ പോലും ആ ചാക്ക് കൊടുക്കുന്നവരെ നമ്മൾ കണക്കുകൾ നമ്മൾ എഴുതി പോകുന്നു. ചേട്ടൻ 4 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയാണ്. അപ്പൊ ചങ്കായിട്ട് ചേച്ചിയും കൂടെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് ഇതിലൊക്കെ എത്താനായിട്ട് പറ്റിയുള്ളത്. ഏത് പ്രസ്ഥാനത്തിന് വിജയം നമ്മൾ കൂട്ടായ പ്രയത്നം. 1 മാൻ ഷോയിൽ ഒരാളും പോലും ജയിച്ചതായിട്ട് വളരെ അപൂർവം മാത്രമേ ഉള്ളൂ. കൂട്ടായ പ്രയത്നം ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് പ്രസ്ഥാനം മുന്നോട്ട് പോകുള്ളൂ. കേരളത്തിലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖലയെന്ന് തെളിയിച്ചെന്ന ഈ ടീമിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. അപ്പൊ എല്ലാവരും കൂടെ ഒന്ന് ബൈ പറഞ്ഞേ. ബൈ.